ശ്രീരംഗക്കാർ അല്പസമയത്തിനകം മധുലാൽ പരിസരം ആരംഭിക്കുകയാണ്. പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ, മതേതര മാർഗത്തിന്റെ ജനാധിപത്യ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ജോസഫ് രാജ്യത്തിലേക്കുള്ള ചരിത്രപരമായ മധുലാൽ പരിസരത്തിലൂടെ ആരംഭിക്കുകയായി. മുഴുവൻ സമയം MP വിൻസെന്റ് തുടങ്ങിയ നേതാക്കന്മാർ നൈറ്റ് മാർച്ച് നേതൃത്വം നൽകുകയാണ്. നിരന്തരമായ ജനാധിപത്യ വിശ്വാസികളുടെയും പിന്തുണ ഈ പോരാട്ടത്തിന് വ്യാപിക്കുകയാണ്. ലോകത്തെ ഏറ്റവും ജനാധിപത്യ രാജ്യമായ ജനവിധി അട്ടിമറിച്ചുള്ള പോരാട്ടത്തിൽ തുടരുന്ന ജനവിരുദ്ധ സർക്കാരിന് അംഗം ശ്രീ ബെന്നി ബഹനാൻ അവരെ ക്ഷണിക്കുന്നു. അധ്യക്ഷൻ പ്രിയങ്കരനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ജോസഫ് താജറ്റ്, രാജ്യത്തിൻ്റെ ഭരണഘടന ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുക എന്ന ദൃഢപ്രതിജ്ഞയോടുകൂടി ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്ത, നൈറ്റ് മാർച്ചിൽ പങ്കെടുത്ത ബഹുമാനിയായ സഹപ്രവർത്തകന്മാരെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ രാജ്യം ഒട്ടേറെ സങ്കീർണതയിലൂടെ കടന്നുപോവുകയാണ്. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചതിനു ശേഷം നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മാവായി, പ്രത്യയശാസ്ത്രമായി, വികാരമായി നമ്മൾ ഉയർത്തിപ്പിടിച്ച മതേതരത്വ ജനാധിപത്യ സംവിധാനത്തിന് പലപ്പോഴും വെല്ലുവിളികളുണ്ടായി. ആ വെല്ലുവിളികളെയെല്ലാം നേരിടാനുള്ള ആർജവം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രകടിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാം. പക്ഷെ ഒരു കാലഘട്ടത്തിലും കാണാത്ത രീതിയിലുള്ള ഇന്ത്യയുടെ ജനാധിപത്യത്തെ, പൗരാവകാശത്തെ വികൃതമാക്കുന്ന രാജീവ് ഗാന്ധിയുടെ ആരോപണങ്ങൾ ഞാൻ അഭിനന്ദിക്കുന്നു. രാജീവ് ഗാന്ധി മുന്നോട്ട് വെച്ച ആ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ തൃശ്ശൂരിലെ കോൺഗ്രസ് കമ്മിറ്റി പ്രവർത്തകരും വസ്തുതാപരമായി കണക്കുകൾ നിരത്തിവെച്ച് നമ്മുടെ തെരഞ്ഞെടുപ്പ് പട്ടികയിലെ വോട്ടർ പട്ടികയെ ആധാരമാക്കിയിട്ടുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ, ദേശീയ തലത്തിൽ ശ്രീ രാഹുൽ ഗാന്ധിയും സംസ്ഥാന തലത്തിൽ ജില്ലാതലത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നേതാക്കന്മാരും മുന്നോട്ട് വെച്ചിരിക്കുന്ന ആരോപണങ്ങൾക്ക് വസ്തുതാപരമായി മറുപടി പറയാൻ തയ്യാറാകാതെ ചില ചട്ടങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള മാർഗമാണ് ഇന്ന് ഇലക്ഷൻ കമ്മീഷന് ബന്ധപ്പെട്ട അധികാരികളുണ്ട്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ കരുത്തോട് മുന്നോട്ട് നയിക്കാൻ നിഷ്പക്ഷവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പിലൂടെ മാത്രമേ സാധിക്കൂ എന്നതാണ് ഇലക്ഷൻ കമ്മീഷൻ ഭരണഘടനാപരമായി നൽകുന്ന അവകാശം. അതിന് കീഴടങ്ങുന്നതിന് ഒരിക്കലും തയ്യാറായി. പക്ഷെ ഇന്ന് ഇന്ത്യ കാണുന്നത് നമുക്ക് വേദനാജനകമാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തോടൊപ്പം ഈ രാജ്യം എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെ കുറിച്ച്